ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിന്നും 12 വെടിയുണ്ടകൾ ശരീരത്തേറ്റിട്ടും മരിക്കാതെ മൃതദേഹങ്ങൾക്കിടയിൽ അനങ്ങാതെ കിടന്ന് രക്ഷപ്പെട്ട ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥയുടെ അത്ഭുതകരമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ട് ഞെട്ടുകയാണ് ലോകം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഫസ്റ്റ് ലഫ്റ്റനന്റ് ഈഡൻ റാം ഒക്ടോബർ 7-ന് തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമണം നടത്തിയപ്പോൾ ഉറീം സദേൺ ഡിസ്ട്രിക്ട് ബേസിൽ മരണത്തെ മുന്നിൽ കണ്ട് വെടിയുണ്ടകൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബേസിന്റെ ഓപ്പറേഷൻ റൂമിലെത്തിയപ്പോൾ തന്നെ റാമിന്റെ കാലിൽ വെടിയേറ്റിരുന്നു. മുറിയിൽ കുടുങ്ങിയ മറ്റ് 7 പരിക്കേറ്റ സൈനികരും റാമിനൊപ്പമുണ്ടായിരുന്നു. എല്ലാ സുരക്ഷാ വാതിലുകളും തകർത്ത് തങ്ങൾക്ക് നേരെ വരുന്ന ഹമാസ് തീവ്രവാദികളെ ഭയന്ന് ശ്വാസമടക്കി ഇരിക്കുമ്പോഴാണ് തീവ്രവാദികൾ മുറിയിലേക്ക് തുടരെ വെടിയുതിർക്കുന്നത്. ഈ വെടിവെപ്പിൽ 12 വെടിയുണ്ടകളായിരുന്നു റാമിന്റെ ദേഹത്ത് പതിച്ചത്. ഈ നിമിഷം ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നുവെന്ന് റാം പറയുന്നു. എനിക്ക് ഞാൻ മരിച്ചതായി തോന്നി. പക്ഷെ അപ്പോഴും കാണാനും കേൾക്കാനും ചുറ്റുപാടുകൾ അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സമയം എന്റെ ജീവൻ എടുക്കാനെത്തുന്ന അവസാന ബുള്ളറ്റിനെയാണ് ഞാൻ കാത്തിരുന്നത്. എന്നാൽ ആ ബുള്ളറ്റ് വന്നില്ല, റാം പറയുന്നു. കൂടെയുണ്ടായിരുന്ന എല്ലാവരും വെടിയേറ്റ് നിലത്തു വീണു. അവർക്കിടയിൽ താനും കിടന്നു. ഞാൻ എന്റെ സഹപ്രവർത്തകരുടെ മൃതശരീരത്തിനിടയിൽ കിടന്ന് ഉറങ്ങിയ പോലെയായിരുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നുപോയ റാമിന്റെ അനുഭവം അവർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. മരണത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്നറിഞ്ഞ് ആ മുറിയിലിരുന്ന സമയം റാമും കൂടെയുള്ളവരും വേണ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ അവസാന സന്ദേശം അയച്ചിരുന്നു. എന്നിട്ടും റാം തന്റെ ദേഹത്തേറ്റ 12 വെടിയുണ്ടകളുമായി ജീവനോടെ കിടന്നത് 4 മണിക്കൂറാണ്. ഭീകരവാദികൾ മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോൾ താൻ മരിച്ച പോലെ കിടക്കുകയായിരുന്നു. ശരീരം വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ലെന്ന് റാം പറയുന്നു. തന്റെ സഹപ്രവർത്തകർ വെടിയേറ്റ് അടുത്തു തന്നെ കിടപ്പുണ്ടായിരുന്നു. തന്റെയും സുഹൃത്തുക്കളുടെയും രക്തത്തിലായിരുന്നു ഞാൻ കിടന്നത്. ആ സമയം എന്റെ ഒരു സുഹൃത്ത് സഹറിന്റെ ശ്വാസം എനിക്ക് അനുഭവപ്പെട്ടു. സഹർ മരിച്ചിട്ടില്ലെന്ന് അങ്ങനെ ഞാൻ അറിഞ്ഞു. അത് വലിയ പ്രതീക്ഷയാണ് തനിക്ക് നൽകിയതെന്ന് റാം പറയുന്നു. തീവ്രവാദികൾ പോയി കഴിഞ്ഞപ്പോൾ കാലുകളിലും ഇടതുകൈയിലും തോളിലും വെടിയുണ്ടകളേറ്റ റാമിനെ സഹർ തന്നെയാണ് ആദ്യം ശുശ്രൂഷിച്ചത്. എനിക്ക് ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത വിധം ഞാൻ വളരെയധികം വേദനിച്ചു. എന്നാൽ ആ സമയം ഞങ്ങളെ രക്ഷിക്കാൻ മാലാഖമാർ വന്നു. രക്ഷാപ്രവർത്തകർ എത്തിയ നിമിഷത്തെക്കുറിച്ച് റാം പറയുന്നു. അവർ എന്നെ സൊറോക്കോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ തന്നെ എന്റെ കുടുംബത്തെ വിളിച്ച് എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെത്തിയ ഉടൻ റാമിന് 2 മേജർ ഓപ്പറേഷനുകളാണ് നടത്തിയത്. ആദ്യ 48 മണിക്കൂർ റാമിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നാൽ അടുത്ത 3 ദിവസത്തേക്ക് ഡോക്ടർമാർ അവളെ വെന്റിലേഷനിലേക്ക് കിടത്തി. ശരീരത്തിന് പല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തന്റെ കൈകാലുകളുടെ മുഴുവൻ പ്രവർത്തനവും വീണ്ടെടുക്കാൻ തനിക്ക് കഴിയുമെന്ന് റാം പറയുന്നു. നിരന്തരമായ അതിജീവന പ്രക്രിയയിലൂടെ കഴിഞ്ഞയാഴ്ച റാം ധീരതയ്ക്കുള്ള അവാർഡ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു. ഒക്ടോബർ 7 സർവൈവർ സ്റ്റോറീസ് എന്ന വെബ്സൈറ്റിലാണ് റാം തന്റെ അതിജീവന കഥ വിവരിച്ചിരിക്കുന്നത്.